ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അജയനോട് അനൂപും മീരയും ആദ്രയ്ക്കുണ്ടായിരുന്ന പ്രണയബന്ധത്തെക്കുറിച്ച് പറയുന്നു. അതിനുശേഷം അജയൻ തന്റെ അഭിപ്രായം പറഞ്ഞത് കേട്ട് മീരയും അനൂപും ആശ്വസിക്കുന്നു. തൽക്കാലം അതൊന്നും എനിക്കൊരു പ്രശ്നവുമല്ല. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള പെൺകുട്ടികൾ ഇന്നേ വരെ ഇല്ല എന്ന് പറയാനാവില്ലല്ലോ. അതൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇതൊന്നും എന്നെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമല്ല. വിവാഹശേഷം ആദ്രയുടെ സ്വഭാവം എങ്ങനെ, അത് മാത്രമാണ് ഞാൻ നോക്കുകയുള്ളൂ എന്ന് അനൂപിനോട് മീരയോടും അജയൻ അറിയിച്ചു. അത് കേട്ടതും അനൂപിനും മീരയ്ക്കും ആശ്വാസമായി. മീര പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അനുപേട്ട, അജയൻ അത്തരത്തിലുള്ള ഒരു സ്വഭാവക്കാരനാണ്. അജയനിൽ നിന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞതും പെട്ടെന്ന് അല്ല മീര ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് അനൂപിനോടും മീരയോടുമായിട്ട് അജയൻ ചോദിച്ചു, അല്ല ഇത്രയും നേരമായിട്ടും ആതിരയെ കണ്ടില്ലല്ലോ, ആതിര എവിടെ എന്ന് ചോദിച്ചതും ആതിര റൂമിലുണ്ടാവും, പിന്നെ അവളുടെ ചേച്ചി വന്നിട്ടുണ്ട്, അർച്ചന. അപ്പോഴേക്കും അനൂപ് പറഞ്ഞു, അല്ല അർച്ചന ഇന്നേ വരെ ഈ അജയനെ കണ്ടിട്ടില്ലല്ലോ. എന്തായാലും അജയൻ മീരയും പറഞ്ഞ പോലെ അർച്ചന ഇവിടെ നിന്ന് പോയോ എന്ന് നോക്കിക്കേ, ചിലപ്പോ അവിടെ കാണും, അവൾ പോയിട്ടുണ്ടാകാൻ സാധ്യതയില്ല. എന്തായാലും അജയന് അർച്ചനയെ പരിചയപ്പെടുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് അജയനോട് മീര പറഞ്ഞതുപോലെ അർച്ചനയെ കാണാനായിട്ട് അനൂപ് അറിയിച്ചു. അത് കേട്ടതും എന്നാ ശരി, ഞാൻ കണ്ടിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞ് അജയൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അനൂപിനോടും മീരയോടുമായിട്ട് ഒരു കാര്യം കൂടി അജയൻ ഓർമ്മിപ്പിച്ചു. പിന്നെ അനൂപേട്ട, എന്നോടിപ്പോ പറഞ്ഞ കാര്യങ്ങളൊന്നും തൽക്കാലം എന്റെ വീട്ടുകാരോടൊന്നും പറയണ്ട, പ്രത്യേകിച്ച് എന്റെ അമ്മാവനോട്. അവർക്കൊന്നും വെല്ലും ബ്രേക്കും ഇല്ലാത്ത ആളുകളാണല്ലോ, പഴയ ആളുകളായതുകൊണ്ടേ അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആതിരയുടെ ഇക്കാര്യങ്ങളൊന്നും തൽക്കാലം അവരറിയണ്ട എന്ന് പറഞ്ഞു. അത് കേട്ട് ശരിയെന്ന് അനൂപും മീരയും തലയാട്ടിയതിനു ശേഷം ആതിരയുടെ റൂമിനരികിലേക്ക് അജയൻ ചെല്ലുന്നു. വാതിൽ മുട്ടിയതും അകത്ത് വിഷമിച്ചിരുന്ന ആതിര ആരാന്നറിയാതെ വേഗം വന്ന് വാതിൽ തുറന്നു. അപ്പോഴേക്കും അജയനെ കണ്ടതും കലിയോടെ ആതിര വാതിലടയ്ക്കാൻ തുടങ്ങുമ്പോൾ അജയൻ വേഗം ആ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. ആഹാ, ഇത് കൊള്ളാലോ, നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ഭാവി വരൻ അരികിലേക്ക് എത്തുമ്പോ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇതാണോ ദയാനന്ദ മാഷ് മോളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് അജയൻ അന്വേഷിച്ചു. അജയന്റെ ചോദ്യം കേട്ട് ആതിര പറഞ്ഞു, എനിക്ക് നിങ്ങളൊന്നും സംസാരിക്കാനില്ല, നിങ്ങൾ ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് പറഞ്ഞതും അജയൻ പറഞ്ഞു, അതെ, നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പെരുമാറിക്കോ, നിനക്ക് എന്നോടുള്ള ഈ വിരോധവും വെറുപ്പും ദേഷ്യവും ഒക്കെ താമസിയാതെ അങ്ങ് മാറിക്കോളും. അതെ, എന്തിനാ ഞാനിപ്പോ വന്നതെന്നറിയാവോ? നിന്റെ ചേട്ടനെ എന്നെ വിളിച്ച് പറഞ്ഞത് നമ്മുടെ വിവാഹം നിശ്ചയിച്ചു, അതുകൊണ്ട് ഉറപ്പീര് ഉടനെ ഉണ്ടാവും, അതിനുശേഷം ഉടനെ വിവാഹവും. ഞാൻ ഉടനെ തന്നെ ഒരു മോതിരം വാങ്ങിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഒരു 4 പവന്റെ ഒരു മാലയും പണിയിപ്പിക്കും. എന്തിനാന്നറിയാവോ? ആ മാല ഒരു താഴി കോർത്ത് നിന്റെ കഴുത്തിലേക്ക് ഞാൻ അങ്ങ് കെട്ടിക്കഴിഞ്ഞാ അന്ന് തീരും നിന്റെ ഈ ബഹളവും എന്നോടുള്ള ഈ വെറുപ്പും വിരോധവും ഒക്കെ. അത്ര സമയത്തേക്ക് മാത്രമേ നിനക്ക് എന്നോടുള്ള ഈ വെറുപ്പുണ്ടാവൂ കേട്ടോ എന്ന് പറഞ്ഞ് അജയൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ആതിര മറുപടി ഒന്നും പറയാതെ നിന്നു. പിന്നെ നിന്റെ ഏട്ടത്തിയും എന്നോട് പറഞ്ഞ എന്താണെന്നറിയാവോ? നിനക്ക് ആരോടോ പ്രണയമുണ്ടായിരുന്നുവെന്നും അവൻ വേറെ ഏതോ പെണ്ണിനെയും കൊണ്ട് ഈ നാട് വിട്ടു എന്നും ഒക്കെ. അങ്ങനെയൊക്കെയാണോ സംഭവിച്ചിരിക്കുന്നത്? സത്യതയും നിന്റെ ഇപ്പൊ അവസ്ഥ കണ്ടില്ലേ? അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇങ്ങനെയൊക്കെ നിനക്ക് വരൂ. ഇപ്പൊ നീ എന്തായി? ഈ വളിച്ച പുളിശ്ശേരിയിലെ മോശമായ കറിവേപ്പില പോലെ നിന്നെ അവൻ വലിച്ചെറിഞ്ഞില്ലേ? അതുപോലെയാണ് ഇപ്പോ നിന്റെ ജീവിതം. എന്തായാലും എന്നോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ തൽക്കാലം ഞാനൊരു തീരുമാനത്തിലെത്തി. സാധാരണ ഇത്തരം പെൺകുട്ടിയുടെ ഇത്തരം ബന്ധങ്ങളെ കുറിച്ചൊക്കെ അറിയുമ്പോ ചെറുക്കൻ ഒന്നുകൂടി ഒന്ന് ആലോചിക്കും, ആ പെണ്ണിനെ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്ന്. പക്ഷെ ഈ അജയൻ ഉണ്ടല്ലോ, അജയൻ അങ്ങനെ ഒന്നുമില്ല. കാരണം നിന്റെ ഈ കഥകളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണല്ലോ ഞാൻ ഈ വിവാഹകാര്യവുമായി ഇങ്ങോട്ട് എത്തിയത്. അതുകൊണ്ടേ ഇനി എനിക്ക് ഇതിൽ വേറെ യാതൊരു ആശങ്കയുമില്ല. ഉടനെ തന്നെ നമ്മുടെ നിശ്ചയം അങ്ങ് നടക്കും. തൊട്ടടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഒരു മോതിരം നിന്റെ ഈ വിരലിലേക്ക് ഞാൻ അങ്ങ് അണിയിക്കും എന്ന് പറഞ്ഞു ആതിരയുടെ കൈ ഉയർത്തിപ്പിടിച്ച് ആ ഇടത് കൈയിലെ മോതിര വിരലിലേക്ക് മോതിരം അണിയാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ അജയൻ പറയുമ്പോൾ അജയന്റെ ആയിട്ടുള്ള ആ പ്രവൃത്തി ദേഷ്യത്തോടെ ആതിര അജയന്റെ കൈ തട്ടി മാറ്റാനായി ശ്രമിക്കുന്നു. അജയന്റെ കയ്യിൽ നിന്ന് കുതിരി മാറാനായി തന്റെ കൈ മാറ്റാനായി ശ്രമിക്കുന്ന ആതിര ആ സമയത്ത് അജയൻ പറഞ്ഞു, നീ എന്താ ഇങ്ങനെ പിണങ്ങുന്നേ? നിന്റെ ഈ വിരലിലേക്ക് ഞാൻ ആ മോതിരം ഇടുന്നത് നിന്റെ ഇനിയുള്ള പ്രണയത്തോടെയുള്ള ജീവിതത്തിനും പിന്നെ നമ്മുടെ അനശ്വരമായ കുടുംബ ജീവിതത്തിന്റെയും തുടക്കമാണ് എന്ന് പറഞ്ഞ് അജയൻ മോതിരം ഇടുന്നത് ഇങ്ങനെ ആക്ഷൻ കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോ പെട്ടെന്ന് അകത്തു നിന്ന് ഒരു കൈയൊടി കേൾക്കുന്നു. കൈയടിക്കുന്നത് ആരാന്ന് പിന്തിരിഞ്ഞു നോക്കിയ അജയൻ മുന്നിൽ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അർച്ചനയെ കണ്ടു. അർച്ചനയെ കണ്ടതും അജയൻ അന്ന് നെല്ലിശ്ശേരിയിൽ ചെന്നപ്പോ അർച്ചനയെ കണ്ട ആ ഒരു രംഗം അജയന്റെ മനസ്സിലേക്ക് എത്തി. അജയൻ അർച്ചനയെ നോക്കി അങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്നത് അർച്ചന പറഞ്ഞു, കൊള്ളാം,
എന്റെ അനുജൻ അല്ലേ? ഈ അനുജനെ കുറിച്ചാണോ മോളെ നീ ഇത്രയും നേരം എന്നോട് പറഞ്ഞത്? നീ പറഞ്ഞതുപോലെയൊന്നും അല്ലല്ലോ. ഇവനിവിടെ സംസാരിക്കുന്നത് കേട്ടത് അനശ്വരമായ കുടുംബജീവിതത്തെ കുറിച്ചൊക്കെയാണല്ലോ. എന്തായാലും എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊള്ളാമായിരുന്നു, നല്ല ഡയലോഗുകൾ. അതാ ഞാൻ കൈയടിച്ചത് എന്ന് അർച്ചന അജയനോട് പറഞ്ഞു. എന്തായാലും എന്റെ അനുജനെ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ. ഇതിനു മുമ്പ് കണ്ടപ്പോ ഇതാണ് എന്റെ അനുജനെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അത് മനസ്സിലാക്കി വന്നപ്പോ ഞാൻ കാണുന്ന കാഴ്ച എന്റെ അനുജൻ മറ്റൊരു സ്ത്രീയുടെ തല്ല് വാങ്ങിച്ചു കൂട്ടുന്നതായിരുന്നു. അത് കേട്ടതും പെട്ടെന്ന് അജയൻ ആലോചിച്ചു. അപ്പോഴേക്കും അർച്ചന അന്ന് അവന്തിക തന്റെ കർണത്തടിച്ച ആ ഒരു നിമിഷത്തെ കുറിച്ച് അജയൻ അങ്ങനെ ഓർത്തു വെക്കുമ്പോ അർച്ചന പറഞ്ഞു, അതെ, എന്നെ മനസ്സിലായില്ലല്ലോ അല്ലെ? ഞാനാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ സന്താനം. പിന്നെ ഒന്നുകൂടി വിശദമാക്കി പറഞ്ഞ നെല്ലിശ്ശേരിയിലെ മരുമകളായ അർച്ചന സച്ചിദാനന്ദൻ. അറിയായിരിക്കുമല്ലേ? പേര് കേട്ടപ്പോ ഇപ്പൊ എന്തെങ്കിലും ഓർമ്മ ഒന്നും കാണുമല്ലോ അല്ലെ എന്ന് അർച്ചന അജയനോട് അന്വേഷിച്ചു. സച്ചിദാനന്ദൻ എന്ന പേര് കേട്ടതും അജയന്റെ മനസ്സിലേക്ക് സച്ചി തന്നെ കാണാൻ വന്ന ആ ഒരു നിമിഷം എത്തി. അന്ന് അജയന്റെ കർണത്തിനിട്ട് ശശി അടിച്ചതുമായിട്ടുള്ള രംഗങ്ങൾ അജയന്റെ മനസ്സിലൂടെ കടന്നുപോയി. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, എന്തായാലും മോളെ നീ പറഞ്ഞതുപോലെ ഒന്നും അല്ല കേട്ടോ. എന്താ ഇപ്പൊ തന്നെ കണ്ടില്ലേ, അജയന് നല്ല കാഴ്ചപ്പാടൊക്കെ ഉണ്ടല്ലോ, മനസ്സിലായില്ലേ? പിന്നെ അജയ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ അനുജത്തിയോട് ഞാൻ സംസാരിച്ചപ്പോ അവൾ പറയുന്നത് അവൾക്ക് വിവാഹത്തിന് താല്പര്യമില്ല എന്നാണ്. ഒരു പെൺകുട്ടിക്ക് അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന് അവളെ നിർബന്ധിക്കുന്നത് ശരിയാണോ അജയ? അതുകൊണ്ട് അനിയൻ തൽക്കാലം ഇതിൽ നിന്ന് പിന്മാറുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ചതും ഉടനെ അജയൻ പറഞ്ഞു, അതെ എടുത്തി, അങ്ങനെയൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ അനുസരിക്കുക? തൽക്കാലം ഈ ഒരു കാര്യത്തിന് എനിക്ക് അനുസരണക്കേട് കാണിക്കാനേ സാധിക്കൂ. കാരണം ഈ വിവാഹം നടക്കുക തന്നെ ചെയ്യും. എനിക്ക് ആതിരയെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ആതിര അത്രത്തോളം എന്റെ മനസ്സിലങ്ങ് ഇടം പിടിച്ചു എന്ന് അജയൻ പറഞ്ഞത് അർച്ചന പറഞ്ഞു, അതെ, എന്നാ ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്റെ അനുജനായതുകൊണ്ട് അനുജന്റെ ഒരു ആഗ്രഹം ഇങ്ങനെ പറയുമ്പോ, ആദ്യമായിട്ടൊരു ആവശ്യം പറയുമ്പോ അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്ത് ചെയ്യാൻ അനിയ, ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അർച്ചന അങ്ങനെ പറഞ്ഞത് കേട്ട് പെട്ടെന്ന് അജയന്റെ മനസ്സിലേക്ക് അന്ന് സച്ചിയോട് താൻ പറഞ്ഞ ആ ഡയലോഗ് ഓർമ്മ വന്നു. അളിയൻ ആദ്യമായിട്ട് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടതല്ലേ, പറ്റില്ലെന്ന് എങ്ങനെയാ പറയുന്നത്? പക്ഷെ പറ്റില്ല അളിയ എന്ന അന്ന് അജയന്റെ ആ മറുപടി അതേപോലെ തന്നെ അർച്ചന തന്നോട് പറയുന്നതായിട്ട് അജയന് ഓർമ്മ വന്നു. അജയൻ പറഞ്ഞു, ഓഹോ, അപ്പൊ അത് ശരി, അപ്പോ ഈ വിവാഹം മുടക്കുമെന്നാണ് പറയുന്നത്. ഇതെങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം എന്ന് അജയൻ പറയുമ്പോ അർച്ചന പറഞ്ഞു, അജയ, ഒരു കാര്യം മനസ്സിലാക്കിക്കോ. എന്റെ അനിയനോട് ഞാനൊരു സ്നേഹത്തോടെ പറയുന്ന കാര്യമാണ്. ഈ നാട്ടിൽ വേറെ പെൺകുട്ടികളും ഉണ്ടല്ലോ. ഈ ആദ്യം തന്നെ വിവാഹം കഴിക്കണമെന്ന് എന്താ അജയൻ ഇത്ര നിർബന്ധം? എന്തായാലും അജയന്റെ ഓർമ്മയ്ക്കായിട്ടൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ വിവാഹം നടക്കില്ല എന്ന് ഈ അർച്ചന പറഞ്ഞാൽ അത് നടക്കില്ല എന്ന് തന്നെയാണ്. അതിനിപ്പോ നിനക്ക് വിശ്വാസം ആവുന്നില്ലെങ്കിൽ നിന്നെ ഇവിടേക്ക് പറഞ്ഞയച്ച നിന്റെ മേഡം ഉണ്ടല്ലോ, ആ മേഡത്തോട് ചോദിച്ചാൽ മതി. മേഡത്തിന് ഈ അർച്ചന ഒരു കാര്യം പറഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല എന്ന് തന്നെ അർച്ചന കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആളാണ്. അതുകൊണ്ട് നീ നിന്റെ മേഡത്തോട് അന്വേഷിച്ചാൽ ഈ അർച്ചനയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും എന്ന് അർച്ചന അജയനോട് പറയുമ്പോൾ അജയൻ അർച്ചനയുടെ വാക്കുകൾ കേട്ട് ആകെ സംശയത്തോടെ നിന്നു. അങ്ങനെ അജയൻ ആതിരയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, അതെ, നീ നിന്റെ ഈ ചേച്ചിയെ കണ്ടിട്ടാണ് ഇത്രയേറെ അഹങ്കാരം കാണിച്ചെങ്കിൽ നിന്റെ അഹങ്കാരം അവസാനിക്കാൻ പോകുന്നേ ഉള്ളൂ മോളെ. നീ നോക്കിക്കോ, ഈ അജയന്റെ താലി നിന്റെ കഴുത്തിൽ വീഴുന്നത് വരെ മാത്രമേ ഉള്ളൂ നിന്റെ ഈ അഹങ്കാരം. അതോടെ തീരും. ഇതിനുള്ള എല്ലാ പകരവും നിനക്ക് തരാനുള്ളതെല്ലാം അന്ന് ഞാൻ നിനക്ക് തിരിച്ചു തന്നിരിക്കും. ഇതിനുള്ള പകരം വീട്ടൽ അപ്പോഴായിരിക്കും സംഭവിക്കുക എന്ന് അജയൻ പറയുമ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ട് അജയൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നത് കണ്ട് അർച്ചന പറഞ്ഞു, അജയൻ ഒന്ന് പോകാൻ വരട്ടെ, അവിടെ നിന്നേ, ഇവക്ക് എന്തോ ഒരു പ്രതികാരം ചെയ്യാനുണ്ടെന്ന്. അത് കേട്ടതും ആദ്യം ആകെ അതിശയത്തോടെ അർച്ചനയെ നോക്കി. അപ്പോഴേക്കും അർച്ചന അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, മോളെ, നിനക്ക് എനിക്കും അച്ഛൻ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നമുക്ക് ഇഷ്ടമില്ലാതെ, നമ്മുടെ അനുവാദമില്ലാതെ ആരെങ്കിലും ഒരാൾ നമ്മുടെ ദേഹത്ത് തൊട്ടാൽ എങ്ങനെയാണ് അവരോട് പ്രതികരിക്കേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞു തന്നത് ഓർമ്മയില്ലേ? അത് നീ മറന്നു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ അങ്ങ് കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. അത് കേട്ടതും എന്താണെന്നറിയാതെ അജയൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോ ആതിര അരികിലേക്ക് വന്ന് അജയന്റെ കാരണത്തടിക്കണം. അജയൻ ആ തല്ലു വാങ്ങിച്ച് ദേഷ്യത്തോടെ അർച്ചനയെന്നു ആതിരയെയും അർച്ചനയെയും മാറി മാറി നോക്കി അവിടെ നിന്ന് ഇറങ്ങി. ആ സമയത്ത് മറ്റാരും ഇത് കണ്ടില്ലല്ലോ എന്നുള്ള ആശ്വാസത്തിൽ അജയൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോ അർച്ചന സന്ദീപ് അജയന്റെ തടങ്കിൽ തന്നെ ആയിരിക്കുമെന്നുള്ള സത്യം ആ നിമിഷം തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും സന്ദീപിന്റെ അരികിൽ നിന്ന് അജയന്റെ കൂട്ടുകാരെല്ലാവരും മദ്യപിച്ച് പാട്ടെല്ലാം പാടി
സന്ദീപിന്റെ ചുറ്റും വട്ടം കൂടി നൃത്തം ചെയ്തുകൊണ്ടങ്ങനെ നിൽക്കുമ്പോൾ പാവം വേദനയോടെ അങ്ങനെ നോക്കിയിരുന്നു. ഈ സമയത്ത് അജയൻ നേരെ വന്ന് അവന്തികയെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അവന്തിക അതെല്ലാം കേട്ടതും ഉടനെ അവന്തിക ചോദിച്ചു, അല്ല എനിക്കറിയാമല്ല എന്ന് ചോദിക്കുക, നീ എന്താ ചെണ്ടയാണോ? കാണുന്നവരെല്ലായിടത്തും നിന്നെ കൊട്ടാൻ എന്ന് അജയനോട് ചോദിച്ചതും അജയൻ ആകെ ചമ്മലോടെ ചിരിച്ചു. ഇത് കണ്ട ഉടനെ അജയനോട് അവന്തിക ചോദിച്ചു, അല്ല നീ എന്നോട് പറഞ്ഞത് വലിയ സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യനാണ് കരോട്ടയിൽ നിന്നൊക്കെയാണല്ലോ, ഇതാണോടാ നിന്റെ കരോട്ട എന്ന് പറഞ്ഞതും ഉടനെ അജയൻ പറഞ്ഞു, അയ്യോ മേഡം അങ്ങനെയില്ല, ഞാനൊരു 2-3 ക്ലാസ് പോയി എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ കളവായിരുന്നു എന്ന് പറഞ്ഞതും അജയനോട് അവന്തിക ചോദിച്ചു, എന്താ അപ്പൊ നീ പറഞ്ഞ മൊത്തം കളവായിരുന്നു, എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടും അജയൻ പറഞ്ഞു, ഇക്കാര്യം മാത്രമേ ഉള്ളൂ മേഡം ഞാൻ പറഞ്ഞ കളവ്, ബാക്കിയെല്ലാം സത്യമാണ് എന്ന് അറിയിച്ചു. ഉടനെ അവന്തിക ചോദിച്ചു, അല്ല നീ ഇപ്പൊ എന്തിനാ ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിച്ചു കൂട്ടിയത് എന്ന് ചോദിച്ചതും അവന്തികയോട് അജയൻ അറിയിച്ചു, അത് പിന്നെ അനുപേട്ടൻ വിളിച്ച് വിവാഹകാര്യം പറയാനായിട്ട് നിശ്ചയം നടത്തുന്നതിന്റെ കാര്യം പറയാൻ വിളിച്ചതായിരുന്നു, അപ്പോ ഇറങ്ങിയപ്പോ ഒരു പഞ്ചിന് ഞാൻ അവളെ കാണാൻ കയറിയതാ എന്ന് പറഞ്ഞതും അവന്തിക ചോദിച്ചു, പഞ്ചിന് കാരണത്തിന് നന്നായിട്ട് കിട്ടിയില്ലേ, ഇനി എന്തായാലും അത് സഹിച്ചോണ്ടാൻ നിന്നോ എന്ന് പറഞ്ഞു. ഉടനെ അർച്ചനയോട് അജയൻ ചോദിച്ചു, എന്താ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി മേഡത്തിന്റെ അഭിപ്രായം എന്താ എന്ന് ചോദിച്ചതും അവന്തിക പറഞ്ഞു, അനൂപ് പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ, എത്രയും വേഗം നിങ്ങളുടെ നിശ്ചയം നടത്തണം, പിന്നെ വിവാഹവും, അതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് എന്ന് അറിയിച്ചു. അത് ഉടനെ തന്നെ ഉണ്ടാവും മേഡം, ഇനി അതിന് താമസമൊന്നുമില്ല എന്ന് അജയൻ പറയുമ്പോ അവന്തിക പറഞ്ഞു, പക്ഷേ അർച്ചന പറഞ്ഞിരിക്കുന്നത് ഈ നിശ്ചയവും വിവാഹവും നടക്കില്ല എന്നല്ലേ, അവൾ അങ്ങനെ വെല്ലുവിളിച്ചാൽ അത് തീർച്ചയായിട്ടും അവൾ മുടക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതും അജയൻ പറഞ്ഞു, എന്തിനാ മേഡം ആ നരുന്ത് പെണ്ണിനെ കണ്ട് മേഡം ഇങ്ങനെ ആകെ ഭയക്കുന്നത്, അവളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, അവളൊരു നീറിനെ പോലെ ഇരിക്കുന്ന ഒരു പെണ്ണല്ലേ, അവൾക്കൊന്നും ചെയ്യാനാവില്ല, ആവശ്യമില്ലാത്ത രീതിയിൽ അവളുടെ മേലിൽ എല്ലാവരും അറ്റൻഷൻ കൊടുക്കുമ്പോഴാണ് അവൾക്ക് എന്തോ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ഭാവം ഉണ്ടാകുന്നത്, അവളെ നമ്മൾ മൈൻഡ് പോലും ചെയ്യാതിരിക്കണം, അതാ വേണ്ടത്, അവളെ ഒഴിവാക്കി ഈ നിശ്ചയം നടത്താൻ എനിക്കറിയാം മേഡം എന്ന് അവന്തികയോട് അജയൻ പറഞ്ഞത്. അവന്തിക പറഞ്ഞു, നിനക്ക് അത്രയ്ക്ക് ആത്മവിശ്വാസമാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ നിങ്ങളുടെ നടക്കാൻ പോകുന്ന വിവാഹവും നിശ്ചയവും അതാണ് ഇപ്പോഴുള്ള എന്റെ ഏക പ്രതീക്ഷ, നിങ്ങളുടെ നിശ്ചയവും വിവാഹവും നടന്നതിന് ശേഷം വേണം സന്ദീപിനെയും അനഘയും ഇവിടേക്ക് കൊണ്ടുവരാൻ, സന്ദീപിനെ തടങ്കിലിട്ടിരിക്കുന്നതും അനഘ ഇവിടുന്ന് മാറ്റി നിർത്തിയിരിക്കുന്നതിന്റെയും എല്ലാം ഏക ലക്ഷ്യം ആതിരയുടെയും നിന്റെയും വിവാഹമാണ്, അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്റെ പദ്ധതി ആകെ പൊളിയും, അത് നീ മറക്കണ്ട എന്ന് അജയനോട് പറഞ്ഞത്. അവന്തിക പറഞ്ഞത് കേട്ട് അജയൻ പറഞ്ഞു, ഇല്ല മേഡം അങ്ങനെ ഒന്നും സംഭവിക്കില്ല, മേഡം കരുതുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും, അല്ലാതെ വേറൊന്നും ഇവിടെ സംഭവിക്കില്ല, മേഡം ധൈര്യമായിട്ടിരുന്നോ എന്ന് അജയൻ അവന്തിക്ക് വാക്ക് നൽകുമ്പോ അവന്തിക പറഞ്ഞു, അതൊക്കെ ശരി സമ്മതിച്ചു, പക്ഷേ അർച്ചനയുടെ കാര്യത്തിൽ നീ പറയുന്ന അത്ര വിശ്വാസം എനിക്കില്ല, കാരണം അവൾ ഒരു കാര്യം നടക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് അർത്ഥം, അത്രയേ ഉള്ളൂ എന്ന് അവന്തിക പറഞ്ഞു. അതിനുശേഷം അർച്ചന ഡോക്ടർ അബ്ദുൽ ഖാദറിനെ കാണാനായി എത്തുന്നു. അബ്ദുൽ ഖാദറിനോട് അർച്ചന വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഉടനെ അബ്ദുൽ ഖാദർ പറഞ്ഞു, അപ്പോ ഒരു കാര്യം തീർച്ചയായി സന്ദീപ് ആ അജയന്റെ തടങ്കലിലുണ്ട്, അത് സത്യമാണ് എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞിട്ട് അജയൻ തന്നെയാണ് ആയിരിക്കും സന്ദീപിനെ മാറ്റിയിരിക്കുന്നത് എന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞത് കേട്ട് അർച്ചന പറഞ്ഞു, അതെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്, ആ അജയന്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട് സന്ദീപ്, എത്രയും വേഗം സന്ദീപിനെ അവിടെ നിന്ന് രക്ഷിക്കണം എന്ന്, സന്ദീപിനെ ഒരാപത്തും വരുത്താതെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷിച്ചാൽ ഈ പദ്ധതിയൊക്കെ നമുക്ക് പൊളിച്ചെടുക്കാനാകും എന്ന് അബ്ദുൽ ഖാദർ അറിയിച്ചു. അർച്ചന പറഞ്ഞു, അതും എന്റെ ആലോചനയിലുണ്ട് സർ, പക്ഷെ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല, സന്ദീപിനെ കുറിച്ച് ഇപ്പോ ഇങ്ങനൊരു കാര്യം അർച്ചന ഇതിനോട് ഏത് രീതിയിലും എതിർക്കുമെന്ന് അറിയാവുന്ന അവന്തികേടത്തി എന്ത് കാരണത്താലായിരിക്കും ആതിരയോട് ഇക്കാര്യം പറഞ്ഞത്, അത് മാത്രമല്ല ഇപ്പോ ആ അവന്തികയെ എനിക്ക് ഭയമെന്നല്ല, അതിനേക്കാൾ ഉപരി അവരെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് എന്റെ മനസ്സിൽ എന്ന് അർച്ചന പറയുമ്പോ അബ്ദുൽ ഖാദർ ചോദിച്ചു, അല്ല അർച്ചന എനിക്ക് ഇപ്പോഴും അറിയാൻ മേലാത്തൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ടും സത്യങ്ങളെല്ലാം എന്തുകൊണ്ടാണ് അർച്ചന മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത്, അതുമല്ലെങ്കിൽ സന്ദീപിനെ തട്ടിക്കൊണ്ടുപോയതും അനഘയെ മാറ്റി നിർത്തിയിരിക്കുന്നതും ഒക്കെ ഈ അവന്തികയാണെന്നുള്ള സത്യം എല്ലാവരോടും തുറന്നു പറഞ്ഞോടെ ഞാൻ എന്തിനാ ഇപ്പോഴും ഈ സത്യങ്ങളെല്ലാം മൂടി വെച്ചിരിക്കുന്നത്, അതാ എനിക്ക് അറിയാൻ പാടില്ലാത്തത് എന്ന് അബ്ദുൽ ഖാദർ ചോദിച്ചതും അർച്ചന പറഞ്ഞു, സാർ ശരി തന്നെയാണ്, പക്ഷേ ഒരു കാര്യം സാർ മനസ്സിലാക്കണം, ഞാൻ അങ്ങനെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നതിൽ എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല, മറിച്ച് ഞാനത് പറഞ്ഞു കഴിയും അതിനുശേഷം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ സത്യങ്ങളൊന്നും പറയാതിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഞാൻ അതെല്ലാം പറയുമെന്ന് പറഞ്ഞപ്പോ അവന്തിക
എന്താ ചെയ്യുന്നത് സാറിന് അറിയുമോ എന്ന് ചോദിച്ചതും ഉടനെ അബ്ദുൽ ഖാദർ ചോദിച്ചു, അല്ല അവന്തിക എന്താ പറഞ്ഞത്, എല്ലാരെയും കൊന്നുകളയെന്ന് ഭീഷണിപ്പെടുത്തിയോ എന്ന് ചോദിച്ചത് കേട്ട് അർച്ചന പറഞ്ഞു, അതെ അത് തന്നെയാ സത്യം. അത് കേട്ടതും അബ്ദുൽ ഖാദർ ഞെട്ടി. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, കഴിഞ്ഞ തവണ ഞാൻ ഇക്കാര്യം അവന്തികയോട് പറഞ്ഞപ്പോ അവന്തിക എന്നോട് പറഞ്ഞത് അർച്ചന ഒരിക്കലും ഈ സത്യങ്ങൾ ആരെയും അറിയിക്കാൻ പോകുന്നില്ല എന്നതായിരുന്നു. നെല്ലിശ്ശേരിയിൽ ഈ സത്യങ്ങളൊക്കെ അർച്ചന പറയാൻ ചെല്ലുന്ന ആ നിമിഷം അവിടെ ഒരാൾ പോലും ജീവനോടെ ഉണ്ടാവുകയില്ല. അത്രയും വിശ്വാസമുള്ളത് കൊണ്ടല്ലേ ഞാൻ ഇപ്പോഴും നീ ഈ സത്യങ്ങളൊക്കെ എല്ലാവരെയും അറിയിക്കുമെന്ന് പറയുമ്പോഴും ഒരു കൂസലുമില്ലാതെ ഒരു ഭയപ്പാടുമില്ലാതെ ഞാൻ ഇതിൽ നടക്കുന്നത് എന്ന് അവന്തിക അർച്ചനയോട് പറഞ്ഞതും അതിനുശേഷം അർച്ചന നെല്ലിശ്ശേരിയിൽ ഉണ്ടായപ്പോൾ അനഘയിലൂടെ നെല്ലിശ്ശേരിയിലുള്ളവരെയെല്ലാം നശിപ്പിക്കാനായിട്ടും സേതുമാധവനെ തന്നെ ജീവനെടുക്കാനായി ആദ്യമുള്ള ശ്രമം നടത്തിയതുമൊക്കെ അർച്ചന അബ്ദുൽ ഖാദറിനെ അറിയിച്ചു. അതെല്ലാം കേട്ട് കഴിഞ്ഞതും അവന്തികയുടെ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇതിന് പിന്നിൽ നടന്നു എന്ന് ഞെട്ടലോടെ അബ്ദുൽ ഖാദർ മനസ്സിലാക്കുന്നു. അർച്ചന ഉടനെ തന്നെ അബ്ദുൽ ഖാദറിനോട് പറഞ്ഞു, എന്തായാലും അവരെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഞാൻ ഇഷ്ടപ്പെടുന്നവരെ, ഞാൻ സ്നേഹിക്കുന്നവരെ ആരെങ്കിലും അവരേതെങ്കിലും വിധേന വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇനി ഞാൻ അവരെ വെറുതെ വിടില്ല. അത് എല്ലാ സത്യങ്ങളും എല്ലാവരെയും അറിയിച്ച് അവരെല്ലാവരും അവന്തികയുടെ ഇതുപോലുള്ള ക്രൂരതയ്ക്ക് അതിനെല്ലാം വിധേയരാകുന്നതിന് മുൻപ് തന്നെ അവന്തികയെ തന്നെ അങ്ങ് ഇല്ലാതാക്കുന്നതല്ലേ മറ്റെന്തിനേക്കാളും നല്ലത് എന്ന് അർച്ചന അബ്ദുൽ ഖാദറിനോട് അന്വേഷിച്ചു. അത് കേട്ടതും അബ്ദുൽ ഖാദർ ഞെട്ടലോടെ അർച്ചനയോട് ചോദിച്ചു, അർച്ചന എന്താ ഈ പറഞ്ഞു വരുന്നത്, അർച്ചനയുടെ മനസ്സിൽ എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, വേറൊന്നുമല്ല, ഇനിയും അവർ ഇതുപോലെയുള്ള പ്രവർത്തികൾ തുടരുകയാണെങ്കിൽ അവരെ ഞാൻ അങ്ങ് കൊല്ലും, അത് തീർച്ച. അവന്തിക ഇല്ലാതായാൽ പിന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ലല്ലോ എന്ന് അർച്ചന അറിയിച്ചു. അത് കേട്ടതും അബ്ദുൽ ഖാദർ ആകെ ഞെട്ടിത്തെറിച്ചു നിൽക്കുമ്പോൾ അർച്ചന പറഞ്ഞു, എനിക്കറിയാം അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന ശിക്ഷ അത് എത്രത്തോളമാണ് എന്ന്. എന്തായാലും ജീവിതകാലം മുഴുവനൊന്നും ജയിലിൽ കിടക്കേണ്ടി വരില്ലല്ലോ. അതിനുശേഷം എനിക്ക് നല്ലൊരു ജീവിതം എന്റെ ശശിയേട്ടനോടൊപ്പം ജീവിക്കാമല്ലോ സമാധാനത്തോടെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ന് എന്റെ അനൂപേട്ടന്റെ നേരെ അവർ ആ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയപ്പോൾ ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ പറഞ്ഞു തന്നെ അന്ന് സംഭവിക്കുമായിരുന്നു, അത് തീർച്ചയാണ് എന്ന് അർച്ചന അബ്ദുൽ ഖാദറിനെ അറിയിച്ചു. അത് കേട്ടതും അബ്ദുൽ ഖാദർ പറഞ്ഞു, അർച്ചന ഇങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനവും താൻ ഇപ്പോൾ എടുക്കരുത്. എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം. എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെയൊന്ന് നമുക്ക് ശ്രമിച്ചാലോ എന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞത് കേട്ട് അർച്ചന പറഞ്ഞു, അല്ല എന്നെ ഇതിനെ തടയുന്നു. അന്ന് സന്ധ്യ ഡോക്ടർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഡോക്ടറുടെ അന്നത്തെ തീരുമാനം, എന്തായിരിക്കും ഡോക്ടർ അന്ന് ചെയ്യുക, അതുതന്നെയാണ് ഞാനും ചിന്തിച്ചത് എന്ന് അർച്ചന പറഞ്ഞു. ഉടനെ അബ്ദുൽ ഖാദർ പറഞ്ഞു, എന്തായാലും ഇത്തരത്തിലുള്ള കടുത്ത തീരുമാനം എടുക്കാൻ വരട്ടെ, ഞാൻ മറ്റൊരു കാര്യം പറയാം, നമുക്ക് ആ രീതിയിലൊന്ന് നീങ്ങിയാലോ എന്ന് അർച്ചനയോട് അബ്ദുൽ ഖാദർ പറയുന്നു. അങ്ങനെ അർച്ചന അബ്ദുൽ ഖാദർ പറയുന്നതെല്ലാം കേൾക്കാനിടയാകുന്നു. അതിനുശേഷം അവിടെ നിന്ന് അർച്ചന മടങ്ങി വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് അർച്ചന വരുന്ന ആ ഓട്ടോയ്ക്ക് നേരെ അവന്തിക കൈനീട്ടുന്നു. അങ്ങനെ ഓട്ടോയിലിരുന്ന അർച്ചന അവന്തിക തന്നോടെന്തോ സംസാരിക്കാൻ വേണ്ടിയാണ് ഇവിടെ തനിക്കായി കാത്തു നിന്നതെന്ന് മനസ്സിലാക്കിയതോടെ അർച്ചന ഓട്ടോക്കാരനോട് അവിടെ വണ്ടി നിർത്താനായി പറയുന്നു. വണ്ടി നിർത്തി അർച്ചന ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതും ചിരിച്ചുകൊണ്ട് അവന്തിക അർച്ചനയെ നോക്കി നിന്നു. ഉടനെ അർച്ചനയുടെ അരികിലേക്ക് എത്തിയ അവന്തിക ചോദിച്ചു, അല്ല അനുജത്തിയുടെ അരികിൽ ചെന്ന് അനുജത്തിക്ക് ധൈര്യം പകർന്നു കൊടുത്തിട്ടുള്ള തിരിച്ചുവരവായിരിക്കുമല്ലേ എന്ന് അർച്ചനയോട് അവന്തിക ചോദിച്ചതും ഉടനെ തന്നെ അർച്ചന ആ ഓട്ടോക്കാരന് തന്റെ ബാഗിൽ നിന്ന് പണം എടുത്തു കൊടുക്കുന്നു. ഓട്ടോക്കാരനെ പറഞ്ഞു വിട്ടതിന് ശേഷം അർച്ചന അവന്തികരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അല്ല നമ്മൾ തമ്മിലുള്ള സംസാരം ഇത് ഉടനെയൊന്നും അവസാനിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഓട്ടോ പറഞ്ഞയച്ചത് എന്ന് അർച്ചന അവന്തികയോട് പറഞ്ഞു. ഉടനെ അർച്ചന പറഞ്ഞത് കേട്ട് അവന്തിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം അത്രത്തോളം ആയതുകൊണ്ടാണല്ലോ വീട്ടിൽ പോലും ഇരുന്ന് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയാത്തത്. അതുകൊണ്ടല്ലേ പുറത്തു വെച്ച് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച നടത്തുന്നത്. എന്തായാലും നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും ശരി അജയനും ആതിരയുമായിട്ടുള്ള വിവാഹം അത് നടക്കുക തന്നെ ചെയ്യും. നീ എത്രയൊക്കെ അത് തകർക്കാനോ അത് തടയാനോ ശ്രമിച്ചാലും അതിന് നിനക്ക് ഒരിക്കലും കഴിഞ്ഞെന്ന് വരില്ല. തീർച്ചയായിട്ടും ആ വിവാഹം ഞാൻ നടത്തും എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, അത് ഇപ്പൊ എനിക്കും മനസ്സിലായി എടുത്തേ. വീട്ടിൽ ഞാൻ ചെന്നപ്പോ ആദ്യം ഞാൻ അവനോട് വിവാഹം നടക്കില്ല എന്നൊക്കെ പറഞ്ഞാലും വീട്ടിലെല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നത് ഈ വിവാഹം നടത്തണമെന്ന് തന്നെയാണ്. ഞാൻ കാരണം ആതിരയ്ക്ക് വരുന്ന നല്ല വിവാഹാലോചനകളൊക്കെ ഞാൻ മുടക്കിക്കളയുകയാണെന്നാണ് വീട്ടിലുള്ള എല്ലാവരുടെയും പരാതി. എന്തിന് എന്റെ പെറ്റമ്മ പോലും അങ്ങനെയാ പറയുന്നത്. അതുകൊണ്ട് ഞാനും മറ്റുള്ളവരോടൊപ്പം ചേരാമെന്ന് തീരുമാനിച്ചു. ഇപ്പോ ഞാൻ അവർക്ക് സമ്മതം മൂളിയിട്ടാ വന്നിരിക്കുന്നത്.
ഉടനെ തന്നെ അജയന്റെയും ആതിരയുടെയും വിവാഹ നിശ്ചയം നടത്താമെന്നും അവരുടെ വിവാഹം നടത്താമെന്നും അവരോട് സമ്മതിച്ചിട്ടാ ഞാൻ ഇപ്പൊ വരുന്നത് എന്ന് അർച്ചന പറഞ്ഞത് കേട്ട് അവന്തിക ഞെട്ടി. അർച്ചന ഈ പറയുന്നത് സത്യമാണോ എന്നറിയാതെ ആകെ അതിശയപ്പെട്ട ഇങ്ങനെ അവന്തിക നിൽക്കുമ്പോ അർച്ചന പറഞ്ഞു, ഞാൻ കാരണം എന്തിനാണ് എന്റെ അനുജത്തിയുടെ ജീവിതം തകർക്കുന്നത്? അപ്പോഴേക്കും അവന്തിക ചോദിച്ചു, അല്ല പിന്നെ എന്തിനാ നീ അജയന്റെ കാരണത്ത് ആതിരയെ കൊണ്ട് തല്ലിച്ചത് എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, അത് പിന്നെ ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് ചെയ്തതല്ല. നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ദേഹത്ത് ആര് തൊട്ടാലും അങ്ങനെ തന്നെ പ്രതികരിക്കണം എന്ന് തന്നെയാണ് എന്റെയും എന്റെ അനുജത്തിയുടെയും തീരുമാനവും. ഞങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളതും. ഇനിയിപ്പോ അജയൻ ആതിരെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നതിൽ യാതൊരു പ്രശ്നമുള്ളതല്ല. അതിനു മുമ്പ് പെണ്ണിന്റെ കയ്യിൽ നിന്ന് ചെറുക്കന് ഒരെണ്ണം കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം വിവാഹശേഷം പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഒരു പരിധി വരെ തടയിട്ടേക്കും എന്ന് അർച്ചന പറഞ്ഞത് കേട്ട് അവന്തിക മറുപടി ഒന്നും പറയാനാകാതെ നിൽക്കുമ്പോ പെട്ടെന്ന് അർച്ചനയുടെ ഫോൺ റിങ് ചെയ്തു. അർച്ചന ഫോൺ എടുത്ത് നോക്കിയതും ആതിരയുടെ കോളാണെന്ന് കണ്ടതോടെ ആതിര തന്നെ വിളിക്കുന്നതിന് എന്തിനായിരിക്കുമെന്നറിയാതെ അർച്ചന വേഗം ആ ഫോൺ അറ്റൻഡ് ചെയ്ത് ഹലോ ആതിര എന്ന് സംസാരിക്കുമ്പോൾ ആതിരയോട് അർച്ചന എന്താ പറയുന്നത് എന്നറിയാനായി അവന്തിക കാതോർത്ത് നിൽക്കുന്നു.